ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ല, കിടിലം എക്സ്പയറി ആയിരുന്നു. ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ആഴ്ച ട്രേഡ് ചെയ്തില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. ഒരു ട്രേഡും ചെയ്യുന്നില്ല. ഒരു മാർക്കറ്റ് ഒന്ന് സസ്റ്റൈനബിലിറ്റി ഒരു ക്ലോസിംഗ് വന്നതിന് ശേഷം ഒരു ട്രേഡ് എടുത്താൽ മതി എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു ട്രേഡിംഗ് എന്താണ് ഒരു എക്സ്പയറി കിടിലം എക്സ്പയറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ലൈവ് ട്രേഡിങ്ങിലും മെന്ററിങ്ങിലും എല്ലാവർക്കും നല്ല കിടിലം പ്രോഫിറ്റ് കിട്ടിയ ദിവസമായിരുന്നു. കിടിലായിരുന്നു. ഞാൻ പക്ഷെ ട്രേഡ് ചെയ്തില്ല. എന്റെ പ്രോഫിറ്റിലും ട്രേഡിംഗ് ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ആക്ടിവിറ്റി വാച്ചിങ് മാത്രമേ ഉണ്ടായിരുന്നു. കാരണം നമുക്കൊരു എപ്പോഴും ഒരു നെഗറ്റീവ് വരുന്ന സമയത്ത് വി ഹാവ് ടു കം ബാക്ക് ടു ദ ഫോക്കസ്. അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു റാലി അല്ലെങ്കിൽ ഒരു ഡിപ്പിനെ യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ള ആ പ്രോസസ്സിനെ ചെയ്തു. ഇന്ന് കിടില ഒരു ദിവസമായിരുന്നു. ഇന്ന് ഒരു ആനയുടെ പടം വെച്ചുള്ള തമിഴിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ 25,330 എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഒരു കിടില ഒരു ഹെവി സെല്ലിംഗ് ഏരിയ. നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് 11 ജൂലൈയിൽ നമ്മുടെ നിഫ്റ്റിയിൽ വന്ന ഒരു ഹെവി സെല്ലിംഗ് ഏരിയ ആണ് 11 ജൂലൈക്ക്. അപ്പൊ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് ഇപ്പൊ ഇന്ന് വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഏരിയ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ഏരിയയുടെ ഭാഗത്താണ് നിഫ്റ്റി എന്ന് നിൽക്കുന്നത്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്നേക്കുന്നത് ഇവിടെയാണ് സെല്ലിംഗ് വന്നത്. 25,255 ഭാഗത്ത് വന്ന സെല്ലിംഗ് ആണ് താഴേക്ക് മാർക്കറ്റ് ഇറക്കി 25,400 വരെ 24,400 വന്നത്. സോ ഈ 25,260 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയക്ക് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു ബുള്ളിഷ് മൂവ്മെന്റിന്റെ പ്രതീക്ഷയുള്ളൂ. അപ്പൊ നമുക്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ക്ലിയർലി പറയുന്നത് ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആണ്. ഓപ്പണിംഗ് ടൈപ്പ് പ്രകാരം അവൻ നമ്മുടെ നിങ്ങൾ നോക്കി അറിയാം ബുള്ളിഷ് റഫറൻസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും എന്ന ദിവസമായിരുന്നു. അതേപോലെ മിഡ് ക്യാപ്പ് നിഫ്റ്റി നോക്കിയാൽ നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. അത് ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് വിത്ത് സ്പൈക്ക് ആണ്. ഒരു സ്പൈക്കോട് കൂടിയാണ് ക്ലോസ് ചെയ്ത്. ആ സ്പൈക്കിലാണ് ബുള്ളിഷ് റഫറൻസ് കട്ട് ചെയ്ത് മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റ് തന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. അത് നമ്മുടെ ബുള്ളിഷ് റഫറൻസ് കട്ട് ചെയ്ത് വൈകിട്ട് 3:15 ആയപ്പോൾ ഫസ്റ്റ് ടാർഗറ്റിന്റെ അടിച്ചു തന്നു. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയിലാണ് കിടിലം എക്സ്പയറി മൂവ് കിട്ടിയ ഒരു ദിവസം. നല്ല ഉഗ്രൻ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും കടന്ന് മാർക്കറ്റ് കൃത്യമായ രീതിയിൽ ക്ലോസ് ചെയ്ത ദിവസമാണ്. നിഫ്റ്റിയുടെ സ്പോട്ട് ഏകദേശം പറഞ്ഞാൽ കഴിഞ്ഞ 11 ജൂലൈക്ക് ശേഷം ആദ്യമായിട്ടാണ് നിഫ്റ്റിയുടെ സ്പോട്ട് 25,250 എന്ന് പറഞ്ഞ ആ ഒരു മാർക്കിന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് വളരെയധികം ഒരു പോസിറ്റീവായ സൈഡാണ് മാർക്കറ്റിലെ. ഈ 330 എന്ന് പറഞ്ഞ ലെവൽ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ 25,000 നമ്മുടെ അന്ന് 11 ജൂലൈയിൽ വന്ന ആ ഒരു ഹൈ ആയ 25,330 ഈ ഒരു ഏരിയ ഇവിടെ നിന്നാണ് മാർക്കറ്റ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ഏരിയ 330 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ കടക്കുമോ എന്ന് ചോദിച്ചാൽ 330 മാർക്കറ്റ് കടക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വെച്ചത്. ആ 330 മാർക്കറ്റ് കടക്കുമെങ്കിൽ നിഫ്റ്റിയിൽ എന്റെ വ്യൂ സ്റ്റാൻഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് എങ്ങോട്ട് മാറ്റാം? ആ സ്റ്റാൻഡ് ഞാനത് ബുള്ളിഷിലേക്ക് സ്ലൈറ്റ്ലി കോഷ്യസ് ബുള്ളിഷിലേക്ക് ഞാൻ മാറ്റും. നാളെ വൈകിട്ട് FOMCയുടെ മീറ്റ് ആണ്. സോ ഈ FOMCയുടെ മീറ്റ് നമ്മളെ മാർക്കറ്റിൽ എങ്ങനെ അധികം ബാധിക്കും? നാളെ ഫെഡറൽ റിസർവ് 0.25 കട്ട് ചെയ്യോ അതോ 0.4 കട്ട് ചെയ്യോ? ഈ ഫെഡറൽ റിസർവ് ഒന്നും കട്ട് ചെയ്യൂലേ? അവർ ഇൻഫ്ലേഷനെ കുറിച്ച് എന്തെങ്കിലും പറയോ? നമ്മുടെ താരിഫ് വാർ കാരണം അവർക്ക് ഇൻഫ്ലേഷൻ അമേരിക്കൻ മാർക്കറ്റിൽ കൂടുമെന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. ഇതെല്ലാം വരുന്നതെല്ലാം നാളെ രാത്രിത്തേക്കാണ് വരുന്നത്. സെപ്റ്റംബർ 17 പറഞ്ഞ ദിവസത്തേക്ക് വരും. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് മാർക്കറ്റിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് ആ രീതിക്ക് വ്യക്തമായ രീതിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റിന് അല്ലെങ്കിൽ ഒരു ബെയറിഷ് മൂവ് തരാനുള്ള ചാൻസ് വളരെയധികം വ്യാഴാഴ്ച കൂടുതലാണ്. അപ്പൊ നാളെ ഒരു കോഷ്യസ് ആയിട്ടുള്ള വ്യൂ നടക്കും. ഇന്ന് പ്യൂർലി ഒരു എക്സ്പയറി പ്ലേ മൂവ്മെന്റ് ആണ്. അങ്ങനെ ആ വലിയ മൂവ്മെന്റ് ഒന്നും നിഫ്റ്റിക്കോ നമ്മുടെ ബാങ്ക് നിഫ്റ്റിക്കോ മിഡ് ക്യാപ് നിഫ്റ്റിക്കോ നടന്നിട്ടില്ല. ആകപ്പാടെ നിഫ്റ്റിക്ക് മാത്രമേ ഉള്ളൂ 0.74 ആ ഒരു എക്സ്പയറി ഡേയുടെ ഒരു OAയുടെ ഒരു ഇൻപൾസ് മുഖേന വന്ന ഒരു മൂവ്മെന്റ് വന്നിട്ടുള്ള. ബാക്കിയുള്ളിടത്തെല്ലാം അങ്ങനെ ഒരു മൂവ്മെന്റ് ഒന്നും മാർക്കറ്റിൽ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 25,250 മുകളിൽ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വിത്ത് സ്പൈക്ക് ആണ്. ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് വിത്ത് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. POC വന്നേക്കുന്നത് 25,179 ഭാഗത്താണ് POC. അപ്പൊ ഞാൻ ആ POC ഒന്ന് ആദ്യം മാർക്ക് ചെയ്യാം. 25,179 ഭാഗത്തിന്റെ അവിടെയാണ് POC. സോ ആ POC ഒന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 25,179 ആണ് POC. ഇനി ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ 25,260 മുകളിൽ മാത്രമേ ഒരു ബൈ എടുക്കുന്നുള്ളൂ. അപ്പൊ എത്രയാണ്? 25,260 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ബൈ എടുക്കാം. ആ ബൈ നമുക്ക് എങ്ങോട്ട് പോകും? നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ബൈ ഫസ്റ്റ് ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പറഞ്ഞു 25,000 നമ്മൾ നിൽക്കുമ്പോൾ ഈ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്?
നമ്മൾ ഈ ഇരിക്കുന്നത് ജൂലൈ 11 പ്രൊഫൈലാണ്. അപ്പൊ ആ പ്രൊഫൈലിന്റെ ഹൈ ആയ 25,330 ഭാഗത്തേക്ക് പോകാം, 25,330 ഭാഗത്തേക്ക് പോകാം. സോ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,330 330 എന്നെ സംബന്ധിച്ച ഫസ്റ്റ് ടാർഗറ്റ് 25,330 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. ആ ഭാഗത്തേക്ക് നിഫ്റ്റി പോവാം. ഇനി ആ 330 കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത് എങ്ങോട്ട് പോകാൻ നിശ്ചയിച്ചത് ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക്, അത് 359 ഭാഗത്തേക്ക് പോകും. അത്രയാണ് R2 എന്ന് പറയുമ്പോൾ 25,360 വെക്കും. 25,360 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നമുക്ക് 25,397 അല്ലെങ്കിൽ 25,400 എന്ന് പറഞ്ഞ ആ ഒരു പി യു നമ്മുടെ അതിന് തൊട്ട് മുമ്പുള്ള ദിവസം 25,400 ഭാഗത്ത് ഒരു പി ഒ സിക്ക് ഉള്ള ഒരു മീൻ റിവേഴ്സൽ തരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. നാളെ നിങ്ങൾക്ക് ഈ 25,179 ഭാഗത്ത് ഒരു മാർക്കറ്റ് വരികയാണെങ്കിൽ അവിടെ ഒരു എൻട്രി എടുത്ത് കിട്ടുമെങ്കിൽ ഒരു മൂവ്മെന്റ്, കാരണം ഇന്ന് OTD അപ്പ് ആയതുകൊണ്ട് മാർക്കറ്റിൽ ഒരു പി ഒ സിയുടെ ഭാഗം ഒരു സപ്പോർട്ട് നടത്തും. ആ സപ്പോർട്ടിൽ എൻട്രി കിട്ടുമെങ്കിൽ യു ക്യാൻ ടേക്ക് എ ട്രേഡ് ബാക്ക് ടു ദ പി ഒ എന്താണ് ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്കൊക്കെ നിങ്ങൾക്ക് എയിം ചെയ്യാം. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ ലോവർ ലെവൽ അല്ലെങ്കിൽ 25,065 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്നത്തെ ലോവർ ലെവൽ 25,150 25,150 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂ. 25,150 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു സെല്ലിങ്ങിനെ കുറിച്ച്, ഇന്നത്തെ ലോവർ ലെവൽ അല്ലെങ്കിൽ 25,150 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ, അതിന് ഈ ഒരു ജെ പീരീഡിന് ലോ അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് നമ്മുടെ ഇന്നലത്തെ പി ഒ സി ആയ 25,086 25,100 ഭാഗത്ത് 25,100 ഭാഗത്തേക്ക് വരാം. അവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. അതിന് താഴെ നിൽക്കണമെങ്കിൽ 25,65 ഭാഗത്തേക്ക് വരാനും 25,65 ഭാഗത്തേക്ക് വരാം, 25,065 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ S3 എന്ന് പറഞ്ഞാൽ 25,000 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 25,150 മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ താഴേക്ക് വന്ന് 25,100 25,065 25,000 എന്ന് പറഞ്ഞ ആ ഒരു ലെവലിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ട മിഡ് ക്യാപ്പിൽ കുറച്ചൊരു നല്ലൊരു സ്പൈക്കോട് കൂടിയാണ് അവൻ ലാസ്റ്റ് മിനിറ്റിൽ വന്നത്. അങ്ങനെ ട്രെൻഡിങ് അപ്വേർഡ് മൂവ്മെന്റ് ഒന്നും മിഡ് ക്യാപ്പിനില്ല. ഒരു കൃത്യമായ ഒരു സ്പൈക്കോട് കൂടിയാണ് വന്നത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. മിഡ് ക്യാപ്പ് ഒരു റേഞ്ച് 2 ദിവസമുള്ള റേഞ്ച് ഇങ്ങനെ പൊട്ടി ഇന്നവൻ കൃത്യമായിട്ട് ആ ഒരു ഏരിയക്ക് മുകളിൽ അവൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താണ്, മിഡ് ക്യാപ്പിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു വോളിയത്തിന്റെ ഒരു മൂവ്മെന്റ് ഒന്നും മാർക്കറ്റിൽ വരുന്ന കാര്യം ഞാൻ കാണുന്നില്ല. ചുരുക്കി പറഞ്ഞ ഒരു റേഞ്ച് സ്റ്റാഗ്നന്റ് ഫേസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. മിഡ് ക്യാപ്പ് ഇപ്പൊ നിൽക്കുന്ന ലെവൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പഴയ ലെവലിന്റെ ഭാഗത്തേക്കാണ് വന്നിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ അവന് ആ ഒരു ലെവലൊക്കെ കൃത്യമായിട്ട് പൊട്ടി നിൽക്കുന്ന ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ ലെവലാണ്. പഴയ ലെവൽ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു 160 ഈ പ്രൊഫൈൽ, അതായത് 24th ജൂലൈയുടെ പ്രൊഫൈലിന്റെ ഭാഗത്തൊക്കെയാണ് ആശാൻ നിൽക്കുന്നത്. അപ്പം 172 മുകളിൽ, അതായത് ഈ ഒരു സിംഗിൾ പ്രിന്റിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സി പീരീഡിൽ വന്ന ഹൈക്ക് മുകളിൽ 13,172 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ 13,172 മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ബൈയിങ് ഏരിയ. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ 13,210 ഭാഗത്തേക്ക് പോയി. ഈ ഒരു R2 എന്ന് പറയുന്നത് R1 ആയിട്ട് മാറും. 13,211 ഭാഗത്തേക്ക് പോകും. എത്രയാണ്? 13,211 ഭാഗത്തേക്ക് 13,211 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,260. ഇന്നലത്തെ R3 ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ R2 ആയിട്ട് മാറും. 13,260 ഭാഗത്തേക്ക് വരാം. 13,260 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഹൈ 13,300 എന്ന് പറഞ്ഞ ഏരിയ, R3 എന്ന് പറയുമ്പോൾ 13,300 ഭാഗത്തേക്ക് വരാം. 13,300 R3 ആ ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിന്റെ സ്പോട്ട് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 13,270 മുകളിൽ മാത്രമേ മിഡ് ക്യാപ്പിന്റെ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി നമുക്ക് മിഡ് ക്യാപ്പ് ഇന്നത്തെ പി ഒ സി വന്നിരിക്കുന്നത് 13,112 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. 13,112 ഭാഗത്താണ് പി ഒ സി വരുന്നത്. നമ്മുടെ ബെയറിഷ് റെഫറൻസ് ഒന്നും ഞാൻ മാറ്റമില്ല, സെയിം ലെവലാണ്. 13,050 താഴെ മാത്രമേ നിങ്ങൾ മിഡ് ക്യാപ്പിന്റെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 12,950 13,000 12,860 എന്ന് പറഞ്ഞ ഈ ലെവൽ സെയിം മിഡ് ക്യാപ്പിന് ഈ ലെവലിലാണ് എനിക്ക് വീണ്ടും വെക്കാനുള്ളത്. കാരണം മാർക്കറ്റ് ആ ലെവലിന് മുകളിൽ അധികം പോകാത്തതുകൊണ്ട് റെഫറൻസ് ലെവൽ ബെയറിഷ് റെഫറൻസ് ലെവലെല്ലാം സെയിം ലെവലാണ്. അവസാനം ബാങ്ക് നിഫ്റ്റി നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ കപ്പടിച്ച പോലെയാണ് ബാങ്ക് നിഫ്റ്റി നിന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് അത്രയ്ക്കൊരു വലിയൊരു മൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ല.
മാർക്കറ്റ് പോയി ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്, നോർമൽ വേരിയേഷൻ അപ് ഡേ ആണ്. പി ഒ സി വന്നിരിക്കുന്നത് 55,098 ഭാഗത്താണ് പി ഒ സി. എത്രയാണ്? 55,099 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ബൈ എടുക്കുന്നുണ്ടെങ്കിൽ 55,200 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. എത്രയാണ്? 55,200 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റി ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ബൈ എങ്ങോട്ട് പോകും? ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,200 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഏരിയ 55,376 വരെ പോകാം. എത്രയാണ്? 55,376 വരെ. 6 1 എന്ന് പറയുമ്പോൾ 55,375 വരെ പോവാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് 55,490. എത്രയാണ്? R2 എന്ന് പറയുമ്പോൾ 55,490 ഭാഗത്തേക്ക് 55,490 ഭാഗത്തേക്ക് വരാനും R3 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഹൈക്ക് 55,670. എത്രയാണ്? 55,670 ഭാഗത്ത് 55,000 R2 എന്ന് പറയുമ്പോൾ 55,490 55 R2 എന്ന് പറയുമ്പോൾ 55,490 ഭാഗത്തേക്കും 55,490യും R3 എന്ന് പറയുമ്പോൾ വ്യക്തമായി പറഞ്ഞാൽ R3 എന്ന് പറയുമ്പോൾ 55,678 55,678 ഭാഗത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞ ഇതായിരിക്കും അപ്പർ സൈഡിലൊക്കെയുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. ഇനി ലോവർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ബൈ കൃത്യമായി പറഞ്ഞാൽ 54,950 താഴെ 54,900 താഴെ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ആ സെല്ലിങ് കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ ലോവർ ലെവലായ 54,788 54,788 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 54,632 54,632 ഭാഗത്തേക്ക് വരാം. 54,632 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായി പറഞ്ഞാൽ അടുത്തത് 54,489 ഭാഗത്ത്. എത്രയാണ്? 54,489 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. സോ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് 55,200. അപ്പം നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആണ്. ഓപ്പണിംഗ് നോർമൽ വേരിയേഷൻ അപ്ഡേ. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ഓപ്ഷൻ നോർമൽ വേരിയേഷൻ അപ്ഡേ. മിഡ് ക്യാപ്പ് ഓപ്പൺ ഓപ്ഷൻ നോർമൽ വേരിയേഷൻ അപ്ഡേ വിത്ത് സ്പൈക്ക് ക്ലോസ്. ഇതാണ് ഡേ ടൈപ്പ് സ്ട്രക്ചറും വരുന്നത്. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. കൂടാതെ നമ്മുടെ സെപ്റ്റംബർ ബാച്ചിന്റെ മെന്ററിംഗ് ബാച്ച് ഇന്നലെ ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ തമിഴിലും കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ടേക്ക് കെയർ, ബൈ ബൈ.